ഹായ്, ഞാൻ നേരത്തെ വർക്ക് സ്പേസിൽ എത്തിണ്ടേന് കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് പ്രിന്റിങ് പണികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെയാണ്. പ്രിന്റിങ് ഒക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ വന്ന പാടിനെ വീഡിയോ എടുത്തില്ല, ഈ ഇതൊക്കെ ചെയ്ത തിരക്കിലേനു. അപ്പം ഇപ്പം ഫ്രീ ആയപ്പോൾ ജസ്റ്റ് എടുത്താട്ടോ. അപ്പം ഇതൊക്കെ നല്ല സിൽക്കിലിട്ടിട്ട് ആ റൂമിലേക്ക് വെക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കസിൻ്റെ കല്യാണമാണ് നാളെ. അപ്പം ഇന്ന് ഉച്ചക്കാണ് നമ്മൾ ഗുരുവായൂരിലേക്ക് പോകുന്നത്. അപ്പോൾ 1 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ടൗണിലേക്ക് പോകണം. അതിന് മുന്നേ എൻ്റെ ബ്ലൗസ് അടിച്ച് കിട്ടിയിട്ടില്ല. അപ്പം ഇന്ന് രാവിലെ തരാതാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ രാവിലെ അങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ പോയിട്ട് ബ്ലൗസ് വാങ്ങിയിട്ട് അത് ഇട്ടൊക്കെ നോക്കണം കറക്റ്റ് ആണോ എന്നൊക്കെ. എന്നിട്ട് ബാക്കി പാക്കിങ് കൂടി ചെയ്യാനുണ്ട്. പാക്കിങ് ഇന്നലെ കുറച്ചൊക്കെ ചെയ്ത് വെച്ചാണ്. ഇന്ന് കുറച്ചുകൂടി ഒന്നും സാധനങ്ങളൊക്കെ ഒന്ന് വെക്കാനുണ്ട് എന്നുള്ളൂ. ഞാൻ അതൊക്കെ സിൽക്കിലേക്ക് ഇട്ടേക്കട്ടെ കേട്ടോ, എടുത്ത് വെച്ച ഡ്രസ്സ്. ഞാൻ ഇന്ന് കുറച്ച് വീഡിയോ ബാക്കിയുള്ളൊക്കെ എടുക്കണം വിചാരിക്കുന്നുണ്ട്. അതായത് ഓഫീസിൽ നിന്നുള്ളതിൻ്റെ അല്ലാത്ത ബാക്കിയുള്ളതൊക്കെ പോകുന്നതും അതൊക്കെ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് എടുത്തിട്ടില്ല. ഒന്ന് എടുത്തു നോക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്ന് നോക്കി നോക്കാം എങ്ങനെ എൻ്റെ അവസ്ഥ, എടുക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പം എടുത്തു നോക്കാം, പോകുമ്പോൾ എടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ സിൽക്കിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആ റൂം കൊണ്ടുവയ്ക്കട്ടെ. അപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ പോട്ടെ കേട്ടോ. പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് റാപ്പിഡോയിൽ വന്ന് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി കയറിട്ടോ. പിന്നെ അതാ എൻ്റെ നാട്ടിലെത്തി. പിന്നെ ഞാൻ നമ്മളെ സാധാരണ വഴി കൂടി ആട്ടോ പോകുന്നത്. അന്ന് ഞാൻ കാണിച്ച ആ വഴിയല്ല, സാധാരണ റോഡുള്ളത്. ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള റോഡിലെത്തിട്ടോ. പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ടേ റോഡ് ക്ലോസ് ചെയ്താൽ. അപ്പം കുറച്ച് ദൂരം നടന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് ഏട്ടൻ പിക്ക് ചെയ്യാൻ വന്നത്. അപ്പം ഞാൻ വീട്ടിലേക്ക് എത്താനായിട്ടോ. ഇവിടെ പകുതി റോഡ് പണി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരം നടന്ന് പിന്നെ ഏട്ടൻ വന്ന് പിക്ക് ചെയ്തിട്ടോ. അവിടുന്ന് പിന്നെ നമ്മൾ വരുമ്പോൾ ബ്ലൗസും വാങ്ങിയിട്ടാണ് വന്നത്. ഇനി വീട്ടിൽ പോയിട്ട് വന്നിട്ടോ. അതിനിടയിൽ റാപ്പിഡോയിൽ ചെറിയൊരു പണിയും കിട്ടിയില്ല. ഞാൻ വീട്ടിലെത്തിയിട്ട് സാധാരണയായിട്ടൊന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലെത്തിയിട്ട് ബ്ലൗസൊക്കെ ഇട്ട് നോക്കിട്ടോ, അതൊക്കെ കറക്റ്റ് ആയിരുന്നേ. പിന്നെ റാപ്പിഡോൻ്റെ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ റാപ്പിഡോ ഞാൻ ഓൾറെഡി എൻ്റെ വാലറ്റിലുള്ള പേയ്മെൻറ്റ് വെച്ചിട്ട് ഓൾറെഡി അത് പേ ചെയ്തിട്ടാണ് ഞാൻ റൈഡ് ബുക്ക് ചെയ്തത്. പക്ഷേ അവർക്ക് ആ പേയ്മെൻറ്റ് എന്തോ കിട്ടിയില്ല എന്നോ എന്തോ ആളിൻ്റെ അടുത്ത് അവിടുന്ന് പൈസ വാങ്ങി. പക്ഷേ ഞാൻ പകുതി സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തോ 50 എന്തോ ഉള്ളുമായിരുന്നു റേറ്റ്. ബട്ട് ആളിനോട് അധികം പൈസ വാങ്ങി. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വാലറ്റിൽ നിന്നും പൈസ പോയിട്ടുണ്ട്. ആൾ പറഞ്ഞ ആൾക്ക് പൈസ കയറിയിട്ടില്ല പറഞ്ഞ ആളെ ജിപേയിലേക്കാണ് പൈസ വാങ്ങുകയും ചെയ്തത്. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഓൾറെഡി എൻ്റെ വാലറ്റിൽ നിന്നും പൈസ പോയിട്ടുണ്ട്. പിന്നെ ആൾക്ക് ഞാൻ ജിപേയും ചെയ്തെടുത്തിട്ടുണ്ട്. ടോട്ടൽ 118 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതായത് 50 രൂപേൻ്റെ ഓട്ടം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വീട്ടിലെത്തി നോക്കി ടിക്കറ്റൊക്കെ റേസ് ചെയ്തപ്പോൾ എനിക്ക് പൈസ തിരിച്ച് കിട്ടിട്ടോ. ഇപ്പം ഞാൻ ആക്ച്വലി ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഗുരുവായൂരിൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. പിന്നെ ഞാൻ അവനെ വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓനവിടെ ഫ്രെയിം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ്. ഇന്ന് ഓൻ ഫ്രെയിം നേരത്തെ പാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നേരത്തെ പാക്ക് ചെയ്താലുള്ള ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുക. പിന്നെ ഞങ്ങൾ വണ്ടിയൊക്കെ കയറിയിട്ടോ. ഇവിടുന്ന് 2-2.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തും. കാരണം ബൈപ്പാസ് ആയതുകൊണ്ട് വേഗം എത്തുമല്ലോ. പിന്നെ വണ്ടിയിൽ നിന്ന് ബോറടിച്ചപ്പോൾ ഞാൻ 2 വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കും. പിന്നെ എൻ്റെ ഇടയിൽ ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ബിസ്ക്കറ്റൊക്കെ തിന്ന് അങ്ങനെ ഇരുന്ന് അങ്ങനെ ഇവിടെ എത്തിയിട്ടോ. സോബാന ഹെറിറ്റേജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഞാനിവിടെ റൂമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടോ. ഇവിടെ തന്നെ കേർട്ടൻസ് ഉണ്ട്. കേർട്ടൻസിൻ്റെ പുറത്ത് എന്താ നോക്കിയപ്പോൾ നമ്മൾ വന്ന വഴി തന്നെയാണ്. റൂമിലൊക്കെ ഇരുന്ന് സെറ്റായിട്ടോ. നല്ല റൂമാണ്. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട് കേട്ടോ. മിറർ ഫുൾ ഔട്ട്ഫിറ്റ് കാണാൻ പറ്റുന്ന ടൈപ്പ് ഒരു മിററാണ്. നേരത്തെ എണീച്ചിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിക്കും. നല്ല തലവേദന ഉണ്ട്. എൻ്റെ ചായ കുടിക്കുന്ന സമയമുണ്ട്. ചായ ഞാൻ കുടിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഭയങ്കര തലവേദന പോലെ. ഇനിയിപ്പോൾ ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകണം. പിന്നെ ഇവിടെ വന്ന് കിടന്ന് നാളെ രാവിലെ എണീക്കും. അതൊക്കെയാണെന്നാണ് തോന്നുന്ന പരിപാടികൾ. ഇവിടുത്തെ ബാത്റൂമും കൂടി കാണിക്കാൻ വിചാരിച്ച്. ഇവിടെ നോർമൽ ഷവർ ഏരിയ. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. അതൊക്കെ തന്നെ. അപ്പം ഞാൻ എന്താ ഫ്രഷപ്പൊക്കെ ആയിട്ട് ഈ ഒരു ഫ്രോക്ക് ഇട്ടിട്ടോ. ഞാൻ തന്നെ ഒരു കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ മധുരം കുറവാണ്, അതേപോലെ തന്നെ പാൽപ്പൊടിയും കുറവാണ്. ഞാൻ ഒറ്റ പാക്കറ്റ് ഇട്ടിട്ടുള്ളൂ. ഒപ്പിക്കാം. പിന്നെ തലവേദന ആയതുകൊണ്ട് കുടിക്കുന്നുള്ളൂ. മധുരം കുറവാണ് എന്നുള്ളൊരു പ്രശ്നമുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഒപ്പിക്കാം. അച്ഛൻ പിന്നെ ആസ് ഓൾവേസ് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്നാണേലും ന്യൂസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ദോശ തിന്നാൻ പോയി. ഞങ്ങൾ എല്ലാവരും നീറോസ്റ്റ് ആട്ടോ കഴിച്ചാൽ. അതിൻ്റെ കൂടെ ഒരു വടയും ഉണ്ടായിരുന്നു. അങ്ങനെ മുല്ലപ്പൂ ഒക്കെ നോക്കാൻ പോയിട്ടോ. അങ്ങനെ കുറച്ച് തിക്നെസ് ഉള്ള മുല്ലപ്പൂ നോക്കി വാങ്ങി. പിന്നെ അവിടെ കുറച്ച് സാധനം കൂടി വാങ്ങാണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി റൂമിലേക്ക് പോയി. പിന്നെ റൂമിലെത്തുമ്പോഴത്തേക്ക് ഒരു 12 മണിയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഫോണൊക്കെ ചാർജ് ഇട്ട് മെല്ലെ കിടന്നു.
ഞാനൊരു 4 മണി 4:30 ആകുമ്പോഴാണ് എണീച്ചതെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ. കാരണം 3 മണി വരെ ഉറക്കം വന്നില്ല. പിന്നെ കടന്ന് പിന്നെ 4 മണിയാകുമ്പോൾ പിന്നെ എണീക്കുകയും ചെയ്തിട്ടോ. ഞാനിപ്പോൾ കുളിച്ചൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ എൻ്റെ മുടി കണ്ടാൽ കുളിച്ച പോലെ ഉണ്ടാവില്ല. കാരണം ഡ്രൈ ആയി കിടക്കുകയാണ്. കുളിച്ചിട്ടൊക്കെ അപ്പോൾ ഇരിക്കുകയാണ്. ഇനിയിപ്പം മെല്ലെ മാറ്റാനൊക്കെ തുടങ്ങട്ടെ കേട്ടോ. ഞാനൊരു ട്രാൻസാക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ വെച്ചതാട്ടോ. അപ്പം ബാക്കി മാറ്റി കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. നമുക്ക് ആക്ച്വലി 8 മണിക്കാണ് കല്യാണം വരുന്നത്. സോ അതിനേക്കാളും മുന്നേ നമ്മൾ റെഡി ആവണം. സാരി ഞാനിതിൽ ഉടുത്തും നോക്കിയില്ല. അപ്പം സാരിയൊക്കെ ഇട്ട് നോക്കിയിട്ട് സാരിയൊക്കെ ഇട്ടിട്ട് ബാക്കി പണിയൊക്കെ നോക്കട്ടെ കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചപ്പോൾ ആ വിശപ്പ് മാറി തോന്നുന്നു. നേരത്തെ എണീച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. രാവിലെ നേരത്തെ എണീക്കാൻ ചെന്നാലും എനിക്ക് ഉറക്കം വന്നില്ല. എന്നാൽ ഞാൻ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 4 മണിയാകുമ്പോഴത്തേക്കും ഞാൻ എണീക്കും ചെയ്ത്. തീരെ ഉറക്കം വന്നില്ല. നമ്മൾ സ്ഥലം മാറി കിടന്നത് കൊണ്ടാവാം ഉറക്കമൊന്നും വന്നിട്ടില്ല. പക്ഷെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പക്ഷെ ഉറക്കം വന്നില്ല. എണീച്ചതിൻ്റെ എണീച്ച് കുളിച്ച ആ ഒരു മൂകതയിൽ നിൽക്കുന്നതുകൊണ്ടാണെന്ന് സൗണ്ടൊന്നും പുറത്തേക്ക് വരുന്നില്ല. ചെറിയൊരു സൗണ്ടിൽ മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. അപ്പം ഞാൻ വേഗം സാരി കൊടുത്ത് വേഗം ഇറങ്ങിട്ടോ. കാരണം സമയമായിണ്ടേനു. അങ്ങനെ അമ്പലത്തെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ബാക്കി പരിപാടിയൊക്കെ ഉണ്ടായത്. അപ്പം എൻ്റെ അഖിലിൻ്റെ കല്യാണം ഗുരുവായൂരിൽ വെച്ചിട്ടാണ് കേട്ടോ തീരുമാനിച്ചത്. അപ്പം ഞാനിങ്ങനെ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് അവിടുന്ന് ഇങ്ങനെ കല്യാണമൊക്കെ നോക്കി വെക്കായിരുന്നു എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഓഡിറ്റോറിയത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയേ. ഇവിടുത്തെ സദ്യ കുറച്ച് വ്യത്യാസം ഉണ്ടാവില്ല തൃശ്ശൂർത്തെ ആയതുകൊണ്ട്. അപ്പം ഇവിടെ വേറെ നമ്മളവിടെ കാണാത്ത വേറെ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ ആദ്യമായിട്ട് മാമ്പഴ പുളിശ്ശേരി കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സദ്യ കഴിച്ചപ്പോൾ അവിടെ ഈ ഒരു സാധനം കണ്ടിട്ടോ. മറ്റേ വെറ്റിലേൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനം വെച്ചാൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്താ ചോദിച്ചാൽ പോലെ അതിൽ സ്വീറ്റ് ഐറ്റംസ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. പുറത്തൊക്കെ ചൂടായിട്ട് പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് തന്നെ ഇരുന്നത്. അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വലിയ ഫാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു ഇരിക്കാൻ. അങ്ങനെ പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ നാട്ടിലെത്തിട്ടോ. അപ്പോൾ ഓക്കെ, നാളെ കാണാം.